രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമ്മളോടൊപ്പം തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അഡ്വക്കേറ്റ് എ ജയശങ്കർ, നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള പോര് രാജ്യാന്തര ലേഖകളിലൂടെയും തുടരുകയാണ്. 12, 15, 16 പാരഗ്രാഫുകളിലായുള്ള കേന്ദ്ര വിമർശനങ്ങൾ ഒഴിവാക്കുകയും എന്റെ സർക്കാർ എന്നുള്ളത് കൂട്ടിച്ചേർത്ത് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ നിയമസഭ തിരുത്തൽ നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ല, ഇത് കുറച്ചു കാലമായിട്ട് നടക്കുന്ന ഒരു ചക്കളത്തി പോരാട്ടമാണ്. ഈ ഗവർണർ കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകളും തമ്മിൽ, പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അല്ല കേരളം ഭരിക്കുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. കോൺഗ്രസ് ഭരണകാലത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ 1967 അന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ധരംവീര എന്ന് പറഞ്ഞൊരു റിട്ടയർഡ് ICS-കാരൻ നമ്മുടെ അജയ് മുഖർജി എഴുതി കൊടുത്ത, അല്ലെങ്കിൽ അജയ് മുഖർജിയുടെ സർക്കാർ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ വിസമ്മതിച്ചു. അതിന്റെ ചില ഭാഗങ്ങൾ വിട്ടുകളഞ്ഞു. അത് മുതൽക്ക് ഇങ്ങോട്ട് രാജ്യത്ത് പല ഭാഗങ്ങൾ, പല സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട്, കേരളത്തിൽ തന്നെ സമീപകാലത്ത് ഇതുപോലെ ഉള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം വായിക്കാൻ പുള്ളി വിസമ്മതിച്ചു. പിന്നെ മന്ത്രിമാർ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അവതാ പറഞ്ഞു നോക്കാൻ നമുക്കറിയാം. ഇങ്ങനെ പല സന്ദർഭങ്ങൾ കോൺഗ്രസിന്റെ ഗവർണർമാരും BJP-യുടെ ഗവർണർമാരും കേരളത്തിൽ പ്രത്യേകിച്ച് LDF ഭരിക്കുമ്പോൾ ഇതുപോലുള്ള പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈവൻ A. K. ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അന്ന് ഗവർണറായിരുന്ന എന്റെ ഓർമ്മ ഈ സുഖദേവ് സിംഗ് കാംഗോ മറ്റുമാണ് ഈ പ്രമേയം വായിക്കാൻ മുൻ സർക്കാരിനെ സുഖദേവ് സിംഗ് കാംഗ് CPM-ന്റെ ഒരു നോമിനിയായിട്ട് വന്നതാണ്. നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത്, ദേവഗൌഡയുടെ ഭരണകാലത്ത് വന്ന ആളാണ്. പക്ഷെ ഈ CPM-ന്റെ നോമിനിയാണ്. അദ്ദേഹം മുമ്പ് ഭരിച്ചിരുന്ന നയനാർ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനപരമായിട്ടുള്ള ഭാഗങ്ങൾ നിയമസഭയിൽ വായിക്കാൻ കൂട്ടാക്കിയില്ല. A. K. ആന്റണി ആയിരുന്നോണ്ട് പുള്ളി അത് ക്ഷമിച്ചു. അദ്ദേഹത്തിന്റെ മഹാമനസ്കത കൊണ്ട് ഒരു വിഷയമാക്കി. ഇതൊക്കെ എല്ലാ തവണയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കൊച്ചു എളുപ്പകാലത്ത് നിയമസഭയിലെ അംഗങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി ഇംഗ്ലീഷിൽ വലിയൊരു ഘോരമായ പ്രസംഗം. ഇത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്? നിങ്ങൾ ആ ദൃശ്യങ്ങൾ നോക്കും. ഞാൻ ഉറപ്പിച്ചു പറയും, ഇത് നല്ലൊരു ഭാഗം ആളുകൾ അർത്ഥമയക്കത്തിലോ അല്ലെങ്കിൽ ഗംഭീരമായ ഉറക്കത്തിലോ ആണ്. യാതൊരു സംശയം വേണ്ട. ഇത് ഒരാൾ ശ്രദ്ധിക്കില്ല. വെറുതെ മെനക്കെടുത്താനായിട്ടുള്ള ഒരു പരിപാടിയാണ് നയപ്രഖ്യാപന പ്രസംഗം. അതൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞു. ഭരണഘടന ഭേദഗതി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ മാതിരി അസംബന്ധ നിർഭരമായ ഒരു സാഹിത്യം എഴുതിയിട്ട് അത് ഗവർണറെ കൊണ്ട് വായിപ്പിക്കാറ്. അത് മുഖ്യമന്ത്രിയുടെ വായിക്കാൻ പോലെ മന്ത്രിസഭയുടെ നയപ്രഖ്യാപനം എന്തിനു ഗവർണറെ ബുദ്ധിമുട്ടിക്കണേ? അല്ലെങ്കിൽ ഗവർണർക്ക് എന്താ കാര്യമില്ല? സർക്കാരിന്റെ നയപ്രഖ്യാപനം ഗവർണറാണ് നടത്തുന്നത്, മുഖ്യമന്ത്രിയാണ് നടത്തുന്നത്. അതിന് പകരം ഇതുപോലുള്ള കോമാളിത്തരമൊക്കെ നടത്തുന്ന പരിപാടി നിർത്തണം. ഇത് ഈ കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ 28 സംസ്ഥാനത്തിൽ ഇത് നിർത്തേണ്ട സമയം അതിക്രമിച്ചു. അതിനു വേണ്ടിയിട്ട് ഭരണഘടന ഭേദഗതി ചെയ്യണം എന്നാണ് എന്റെ എളിയ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് എ ജയശങ്കർ ഞങ്ങളോട് പ്രതികരിച്ചതിന്.